السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കിബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഹങ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അതാണ് ബാബിൻ്റെ തലക്കെട്ട്. കിബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ കഴിഞ്ഞ ദർസിൽ നാം അവസാനം വായിച്ച ഹദീസ് عن أبي سعيد الخدري وأبي هريرة عن النبي صلى الله عليه وسلم قال العز إزاره والكبرياء رداؤه فمن نازعني بشيء منهما عذبته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ട്, അൽ ഇസ്സു ഇസാറുഹു വൽ കിബ്രിയാഉ റിദാഉഹു, അല്ലാഹുവിൻ്റെ മേൽവസ്ത്രം അല്ലെങ്കിൽ മുകളിലായി ധരിക്കുന്ന വസ്ത്രം അത് ഇസ്സത്താണ്, പ്രതാപമാണ്. അതുപോലെ തന്നെ കിബ്രിയ, അഹങ്കാരം കൊള്ളുക. അപ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, ന്യൂനതയുള്ള വിശേഷമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരിയാവുക എന്നുള്ളത് ന്യൂനതയാണ്, അതിന് യോഗ്യത ഇല്ലാത്തവനാണ് മനുഷ്യൻ. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മദ്ഹാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു വസ്ത്രമാണ് എന്ന് നിലക്ക് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഫമൻ നാസഅനി ബിശൈഇൻ മിൻഹുമാ അദ്ദബ്തുഹു, ആരെങ്കിലും ഈ രണ്ട് കാര്യത്തിൽ എന്നോട് മത്സരിച്ചാൽ ഞാൻ അവനെ ശിക്ഷിക്കുന്നതാണ്. ഹദീസാണ് അവസാനം വായിച്ചത്. അതിനുശേഷമുള്ള ഹദീസ് عن الهيثم بن مالك الطائي قال سمعت النعمان بن بشير يقول على المنبر. قال نعمان بن بشير رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്, വളരെ ശ്രേഷ്ഠനായ സഹാബിയാണ്. പല പ്രത്യേകമായിട്ടുള്ള നമുക്ക് അധികം പരിചയമുള്ള പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുള്ള സഹാബിയാണ്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏറ്റവും കേട്ടുപരിചയമുള്ള ഒരു ഹദീസ് കേട്ടിട്ടുണ്ടാവും. ഇന്നൽ ഹലാല ബയ്യിനുൻ ഇന്നൽ ഹറാമ ബയ്യിനുൻ തുടങ്ങുന്ന ഹദീസ്. അപ്പോൾ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് പറയുന്നത് കേട്ടു എന്ന് താബിഈ ആയിട്ടുള്ള ഹൈസം ബിൻ മാലിക് അത്വാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്. അപ്പോൾ നുഅ്മാൻ ബിൻ ബഷീർ പറഞ്ഞ വാക്കാണ്, ഇന്ന ലിശ്ശൈത്താനി മസാലിയ വഫുഖൂഖൻ, പിശാചിന് ചില കെണികളും വലകളും എല്ലാം ഉണ്ട്. അഥവാ മനുഷ്യനെതിരെ, മനുഷ്യന്റെ ശത്രുവായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള പിശാചിന് മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി, മനുഷ്യനെ നേരായ മാർഗത്തിൽ തെറ്റിക്കാൻ വേണ്ടി ചില വലകളും കെണികളും എല്ലാം ഉണ്ട്. വഇന്ന മസാലിയ ശൈത്താൻ വഫഖൂഖഹു, പിശാചിന്റെ ആ കെണികളിലും വലകളിലും പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് അൽ ബതറു ബിഅൻഉമില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ അതിര് കവിഞ്ഞ് മതിമറന്നു പോവുക എന്നുള്ളത്. വൽ ഫഖ്റു ബിഅതാഇല്ലാഹ്, അല്ലാഹു അവന്റെ ഔദാര്യമായി നൽകിയ കാര്യങ്ങളുടെ മേലെ പെരുമ കൊള്ളുക എന്നുള്ളത്. വൽ കിബ്രിയാഉ അലാ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളുടെ മേലെ അഹങ്കാരം കാണിക്കുക, അവരെ പുച്ഛിക്കുക, നിന്ദിക്കുക എന്നത്. വത്തിബാഉൽ ഹവാ ഫി ഗൈരി ദാത്തില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടല്ലാതെ സ്വന്തം ഇച്ഛയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വഴി വെക്കാൻ വേണ്ടി, വഴികേടിലാക്കാൻ വേണ്ടി, സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിട്ടുള്ള മനുഷ്യന്റെ ശത്രുവാണ് പിശാച് എന്നുള്ളത്. അപ്പൊ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി, അവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി മനുഷ്യന് ഒരുപാട് കെണികൾ പിശാച് ഒരുക്കിയിട്ടുണ്ട്, ശൈത്താൻ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പെട്ട ചില കെണികളെ പറ്റി
സ്വഹാബി ശ്രേഷ്ഠനായിട്ടുള്ള നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അറിയിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒന്നാമത്തേത് പറഞ്ഞാൽ ബതറു ബി അൻഉമില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതിൽ മതിമറന്നുകൊണ്ട് അതിന് കവിഞ്ഞുകൊണ്ട് അഹങ്കരിക്കുക എന്നുള്ളത് അതിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം. സൂറത്തുൽ ഖസസിൽ വകം അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ബതിറത് മഈശതഹാ, എത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. ബതിറത് മഈശതഹാ, അവരവരുടെ ജീവിതത്തിൽ മതിമറന്ന് ജീവിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പൊ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ചിലപ്പോൾ ദാരിദ്ര്യത്തിന് ശേഷം സമ്പത്താകാം, അല്ലെങ്കിൽ രോഗത്തിന് ശേഷം ആരോഗ്യമാകാം, അല്ലെങ്കിൽ സന്താനങ്ങളില്ലാത്തതിന് ശേഷം സന്താനങ്ങളാകാം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അനുഗ്രഹം അള്ളാഹു തആല നൽകുമ്പോഴും അതിന് നന്ദി കാണിക്കുന്നതിന് പകരമായി നന്ദികേട് കാണിക്കുകയും ഇതെല്ലാം എന്റേതാണ്, ഇതെല്ലാം എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും ഞാൻ സമ്പാദിച്ചതാണ് എന്ന നിലക്ക് അതിൽ മതിമറന്ന് ജീവിക്കുക എന്നുള്ളത് പിശാചിന്റെ കെണിയാണ്. നമ്മൾ കേട്ടു പരിചയമുള്ള ഒരു ഹദീസുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ട 3 ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ അന്ധനായ വ്യക്തിയാകും, രണ്ടാമത്തെ ആൾ കഷണ്ടി ബാധിച്ച ഒരാളാണ്, അതുപോലെ തന്നെ മറ്റൊരാൾ ശരീരത്തില് കുഷ്ഠം പോലെയുള്ള വെള്ളപ്പാണ്ട് പോലെ രോഗം ബാധിച്ച ആളാണ്. അങ്ങനെ അവരെ അള്ളാഹു തആല പരീക്ഷിക്കുകയും അവർക്കെല്ലാം സ്വത്തും സമ്പത്തും അവരിഷ്ടപ്പെടുന്ന തൊലിയും തലയിൽ മുടിയും കണ്ണിന് കാഴ്ചയൊക്കെ നൽകും. എന്നിട്ട് ആ അനുഗ്രഹങ്ങൾ അവർക്ക് ധാരാളമായി ലഭിച്ചപ്പോൾ അള്ളാഹു അവരെ പരീക്ഷിക്കാൻ വേണ്ടി അവരുടെ പഴയ രൂപത്തിൽ ആക്കിക്കൊണ്ട് ഒരു മലക്കിനെ നിയോഗിക്കും. എന്നിട്ട് ആവശ്യക്കാരനായി ചെല്ലും. അപ്പോൾ ആദ്യത്തെ 2 ആളുകൾ, തൊലിയിൽ പാണ്ട് ബാധിച്ച ആളും കഷണ്ടി ആയിരുന്ന ആളും പറയും, ഈ സ്വത്തൊക്കെ എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്, എൻ്റെ കാരണവന്മാർ മുഖേന കിട്ടിയതാണ്, നന്ദികേട് കാണിക്കും. എന്നാൽ അന്ധനായ വ്യക്തി പറയും, ഇതൊക്കെ അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന് നിലക്ക് പറയും. ആ 2 പേർക്കും അള്ളാഹു തആല അള്ളാഹുവിന്റെ കോപം ഉണ്ടാവുകയും ആദ്യം കണ്ണു കാണാത്ത ആയിരുന്ന ആൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ അള്ളാഹു അനുഗ്രഹം നൽകിയിട്ട് അതിൽ നന്ദികേട് കാണിക്കുക, അതിൽ മതിമറന്ന് ജീവിക്കുക എന്നുള്ളത് പിശാചിന്റെ കെണിയാണ്. നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരു പക്ഷേ ചില സമയങ്ങളിൽ വളരെയധികം ദാരിദ്ര്യം, അല്ലെങ്കിൽ കടബാധ്യത, അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചില രോഗങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളം അടുക്കും, അള്ളാഹുവിനെ നല്ല സൂക്ഷിക്കും, അള്ളാഹുവിന്റെ നിയമങ്ങൾ, കാരണം അള്ളാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരനായിരിക്കും. എന്തെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ എനിക്ക് ദോഷം വരുമെന്നുള്ള പേടി കാരണത്താൽ നമ്മൾ നല്ല അള്ളാഹുവിനെ സൂക്ഷിക്കും നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ. എന്നാൽ അത് നീങ്ങി സമ്പത്ത് വിശാലമായി, ആരോഗ്യം എളുപ്പമായി, അല്ലെങ്കിൽ എന്താണ് ഞെരുക്കം, ഏത് മേഖലയാവട്ടെ, അതിൽ നിന്ന് തുറവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാം, നമ്മൾ ഏതൊരു കാര്യമാണോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒഴിവാക്കിയിരുന്നത് അതേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. പാപങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അനുസരണക്കേടുകളായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിന് ചെയ്തിരുന്ന ധാരാളം ഐച്ഛികമായ കർമ്മങ്ങളായിരിക്കാം നമ്മൾ ഒഴിവാക്കുന്ന അവസ്ഥ. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, പിശാചിന്റെ കെടിയാണ്. രണ്ടാമത്തേത് പറഞ്ഞു വൽ ഫഖ്റു ബി അതാഇല്ലാഹ്, അല്ലാഹു തആല ഔദാര്യമായി നൽകിയിട്ടുള്ള അതാഅകൾ അതിന്റെ മേലെ ഫഖ്ർ, പെരുമ കാണിക്കുക എന്നുള്ളത്. ഇതും മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നിട്ടാണോ? അല്ല. അവൻ പിന്നീട് സമ്പാദിച്ചുണ്ടാക്കുന്ന അവന്റെ സമ്പത്തോ അവന്റെ വാഹനമോ അവന്റെ വീടോ അവന്റെ സന്താനങ്ങളോ അങ്ങനെ തുടങ്ങി ഒന്നും തന്നെ ഇല്ലാതെ വെറും കൈയോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. ഇനി മരിച്ചു പോകുമ്പോൾ ആലോചിച്ച് നോക്കൂ, മരിച്ചു പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആ മനുഷ്യൻ ഒന്നും തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനും പോകുന്നില്ല. അവൻ സമ്പാദിച്ചുണ്ടാക്കിയ അവന്റെ സമ്പത്ത് അവന്റെ ഒപ്പം ഉണ്ടാവില്ല, അവന്റെ കുടുംബം അവന്റെ ഒപ്പം ഉണ്ടാവില്ല, അവൻ ചെയ്ത കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ അവന്റെ ഒപ്പം ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭൗതികമായിട്ടുള്ളൊരു വസ്തുവും അവനോടൊപ്പം ഉണ്ടാവില്ല. ആരെങ്കിലും മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ അവനുണ്ടാക്കിയ സമ്പത്തൊപ്പം വെക്കാറുണ്ടോ? ഇല്ല. അവന്റെ സന്താനങ്ങളെല്ലാം അവൻ ഖബറിൽ പോയി കിടക്കാറുണ്ടോ? ഇല്ല. അവന്റെ വില കൂടിയ വാഹനം, അതിന്റെ ചാവി അവിടെ ഇരിക്കട്ടെ വെക്കാറുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതൊന്നും തന്നെ ഇല്ലാതെയാണ് മനുഷ്യൻ പോകുന്നത്. അതിനിടയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹു അവന്റെ ഔദാര്യമായി നൽകുന്ന കാര്യങ്ങളുടെ മേലെ പെരുമ കാണിക്കുക എന്നുള്ളത്, ഫഖ്റ് കാണിക്കുക എന്നുള്ളത് പിശാചിന്റെ കെണിയാണ്. പല ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലയ്ക്ക് പരീക്ഷിക്കുകയും അതിൽ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ ചരിത്രങ്ങൾ ഖുർആനിൽ തന്നെ ഉണ്ട്. ഖാറൂന്റെ ചരിത്രം പോലെ. ഖാറൂന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഖാറൂൻ ആദ്യം ദരിദ്രനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിതൃവ്യ പുത്രനോ പിതൃവ്യനോ ആയിരുന്നു ഖാറൂൻ.
ദരിദ്രനായ വ്യക്തിയായിരുന്നു. പിന്നീട് സ്വത്തും സമ്പത്തും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഒട്ടേകൂട്ടങ്ങൾക്ക് ഏൽക്കാൻ മാത്രമുള്ള ഖജനാവിന്റെ ചാവികൾ ഉണ്ടായിരുന്ന അവസ്ഥയിലുണ്ടായി. അഹങ്കാരം കാണിച്ചു, ഫഖ്ർ കാണിച്ചു, പെരുമ കാണിച്ചു. ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ് പറഞ്ഞു. അള്ളാഹു അവനെ നശിപ്പിക്കുകയും ചെയ്തു. അതൊരു പാഠമാണ്. അപ്പൊ അള്ളാഹു നൽകിയതിൽ വിനയവും താഴ്മയും അള്ളാഹുവിനെ കൊണ്ട് ലഭിച്ചതാണ് എന്നതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതല്ലാത്ത പിശാചിന്റെ കെണിയാണ്. അടുത്ത നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ കിബ്രിയാഉ അലാ ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളുടെ മേലെ അഹങ്കാരം കാണിക്കുക എന്നുള്ളത്. എന്താണ് അഹങ്കാരം എന്ന് മുമ്പൊരു ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു. ബത്റുൽ ഹഖിനെ നിഷേധിക്കുക, അതുപോലെ തന്നെ ജനങ്ങളെ പുച്ഛിക്കുക, വില കുറഞ്ഞു കാണുക. അധിക ആളുകൾക്കും നമ്മളിൽ സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. പല ആളുകൾക്കും അത് അറിയില്ല. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് വലിയ സമ്പത്ത്, വില കൂടിയ വസ്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ വില കൂടിയ ചെരുപ്പ് ധരിക്കുന്നത്, അല്ലെങ്കിൽ വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നത്, ഇതൊക്കെയാണ് അഹങ്കാരത്തിന്റെ അടയാളം എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലാത്ത ഒരാളായിരിക്കും, പക്ഷെ അയാൾ അഹങ്കാരിയായിരിക്കും. അഹങ്കാരത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഒന്ന് ഹക്കിനെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതും, രണ്ട് ജനങ്ങളോട് പുച്ഛഭാവം, എല്ലാവരോടും ഒരു പുച്ഛം. അവനൊന്നും അറിയില്ല, അവന്റെ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ അവനൊരു സ്ഥാനവുമില്ല, ആ നിലക്ക് മറ്റുള്ളവരെ വില കുറഞ്ഞു കാണുക. അതൊരിക്കലും ഒരു മുസ്ലിം യോജിച്ചിട്ടുള്ള ഗുണമല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ അവനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോ ഈ നിലയ്ക്ക് അടിമകളെ പുച്ഛിക്കുക, വില കുറഞ്ഞു കാണുക എന്നുള്ളത് അത് കിബ്രിയാ അലാ ഇബാദില്ലാഹ്, അത് പിശാചിന്റെ കെണിയാണ്. അവസാനം പറഞ്ഞു, വത്തിബാഉൽ ഹവ ഫി ഗൈരി ദാത്തില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാതെ സ്വന്തം ഹവയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. അല്ലാഹു തആല സൂറത്ത് നാസിആത്തിൽ പറഞ്ഞു നോക്കൂ, ഫഅമ്മാ മൻ തഗാ വആഥറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണോ അതിര് കവിയുന്നത്, ദുനിയാവിന് പ്രാതിനിധ്യം നൽകുന്നത്, അവന് നരകമാണ് സ്ഥാനമുള്ളത്. എന്നാൽ സ്വർഗാവകാശിയുടെ അടയാളമായി അല്ലാഹു തആല പറയാണ്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ സ്ഥാനം, അല്ലെങ്കിൽ അവന്റെ റബ്ബിന്റെ മുമ്പിൽ അവൻ നിൽക്കേണ്ടി വരുന്ന ആ സ്ഥാനം, ആ ദിവസം, അതിനെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇച്ഛയിൽ നിന്ന് സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്തുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അവിടെ ഉണ്ട്, സ്വന്തം ഇച്ഛ അവിടെ ഉണ്ട്. അത് ഇൽമിലാവട്ടെ അമലിലാവട്ടെ, ഒരു വിശ്വസിക്കേണ്ട കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്ന വിഷയത്തിലാവട്ടെ, അവിടെ സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്തി ഹവയെ പിടിച്ചു നിർത്തുന്നവൻ ആരാണോ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവർക്കാണ് സ്വർഗ്ഗമുള്ളത്. നോക്കൂ, സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളത് ഇതുപോലെയുള്ള മനുഷ്യന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളത്. ചില ഹദീസുകൾ കാണാം. നരകത്തെ പൊതിഞ്ഞിട്ടുള്ളത് മനുഷ്യന് ഇതുപോലെ ആഗ്രഹം തോന്നുന്ന ശഹ്വത്തുകളെ കൊണ്ടും ഇച്ഛകളെ കൊണ്ടുമാണ്. അതുകൊണ്ട് ഹവയെ പിടിച്ചു നിർത്താതെ അതിനെ പിൻപറ്റുക എന്നുള്ളത് പിശാചിന്റെ കെണിയിൽ പെട്ടതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇവിടെ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് അൽ കിബ്രിയാഉ അലാ ഇബാദില്ലാഹ്, അടിമകളുടെ മേലെ കിബ്ർ കാണിക്കുക എന്നുള്ളത് പിശാചിന്റെ കെണിയിൽ വലയിൽ പെട്ടതാണ്. അടുത്ത ഹദീസ് عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്തജ്ജത്തിൽ ജന്നത്തു വന്നാർ وقال سفيان ايضا اختصمت الجنه والنار. ഒരു ഹദീസിൽ പറയാണ്, സ്വർഗവും നരകവും തമ്മിൽ ഒരു സംസാരമുണ്ടായി, ഒരു സംവാദമുണ്ടായി, ഒരു വാഗ്വാദമുണ്ടായി. പരസ്പരം ഓരോ കാര്യങ്ങളെ വെച്ചുകൊണ്ട് അവർ ഒരു വർത്താനമുണ്ടായി, സ്വർഗവും നരകവും തമ്മിൽ. സ്വർഗം നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരെ രണ്ട് ഭവനങ്ങളിലാക്കി പരലോകത്തെ വിചാരണയ്ക്ക് ശേഷം തിരിയുന്ന, നന്മ ചെയ്ത, പുണ്യം ചെയ്ത, അള്ളാഹുവിനെ സൂക്ഷിച്ച, അള്ളാഹുവിനെ മാത്രം അനുസരിച്ച, അവന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച ആളുകൾക്ക് സ്വർഗവും, പാപം ചെയ്ത, തിന്മകളിൽ മുഴുകിയ, ശിർക്കിൽ മുഴുകിയ, ബിദ്അത്തുകളിൽ മുഴുകിയ ആളുകൾക്ക് നരകവും അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗവും നരകവും തമ്മിൽ ഒരു സംസാരമുണ്ടായി. ഖാലത്തിൻ നാർ, നരകം പറയുകയുണ്ടായി, യലിജുനി അൽ-ജബ്ബാറൂൻ വയലിജുനി അൽ-മുതകബ്ബിറൂൻ. നരകം പറഞ്ഞു, യലിജുനി അൽ-ജബ്ബാറൂൻ, എന്നിലേക്ക് പ്രവേശിക്കുക, എന്നിലേക്ക് കയറുക ജബ്ബാരിങ്ങളായിട്ടുള്ള, പെരുമ കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന, പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളാണ്.
വയലിജിനി അൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളായിട്ടുള്ള ആളുകളാണ് എന്നിലേക്ക് പ്രവേശിക്കുക എന്ന് നരകം പറഞ്ഞു. നോക്കി നരകമാണ് പറയുന്നത് എന്നിലേക്ക് പ്രവേശിക്കുന്നത് അഹങ്കാരികളായിട്ടുള്ള പൊങ്ങച്ചം കാണിക്കുന്ന പെരുമ കാണിക്കുന്ന ആളുകളാണ് എന്നിലേക്ക് പ്രവേശിക്കുക എന്ന്. വഖാലത്തിൽ ജന്ന, ജന്ന സ്വർഗം തിരിച്ചു പറഞ്ഞു, യലിജുനി അദ്ദുഅഫാഉ വയലിജുനി അൽ ഫുഖറാഉ, എന്നിലേക്ക് പ്രവേശിക്കുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ദുർബലരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകളായിരിക്കും. അഥവാ അഹങ്കരിക്കാത്ത, വിനയം കൈമുതലാക്കിയിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾ. വയലിജുനി അൽ ഫുഖറാ, ദരിദ്രന്മാരുമായിരിക്കും എന്നിലേക്ക് പ്രവേശിക്കുക. ഇതിന്റെ അർത്ഥം സമ്പത്തുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നല്ല. രണ്ട് രീതിയിൽ ഫുഖറാക്കളുണ്ട്. അള്ളാഹുലേക്ക് ആവശ്യക്കാരനാകുന്ന അവസ്ഥയിലുണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത നിലയിലും ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട്. കാരണം ഇതിൽ ദരിദ്രം പ്രത്യേകം പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്പത്തുണ്ടാവുക എന്നുള്ളത് അഹങ്കാരത്തിന് കൂടുതൽ സാധ്യതയുള്ളതും അള്ളാഹുവിനെ ധിക്കരിക്കാൻ കൂടുതൽ പ്രേരണയേകുന്ന ഒരു കാര്യമാണ്. ദാരിദ്ര്യം കൊണ്ടും അള്ളാഹുവിനെ ധിക്കരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ സമ്പത്ത് എന്നുള്ളത് കൂടുതൽ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതും മനുഷ്യൻ അള്ളാഹുവിനെ മറക്കാൻ കൂടുതൽ പ്രേരണയേകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, സമ്പത്തുണ്ടായിട്ട് അതിന് നന്ദി കാണിച്ച് ജീവിക്കുന്ന ആളുകളാണ് ദാരിദ്ര്യത്തിൽ ക്ഷമിച്ച് ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെന്ന്. കാരണം അവർക്ക് വഴിതെറ്റാൻ അല്ലെങ്കിൽ അള്ളാഹു നന്ദികേട് കാണിക്കാൻ കൂടുതൽ പ്രേരണയുണ്ട് എന്ന നിലയ്ക്ക്. എന്നിരുന്നാലും സ്വർഗത്തിൽ ഫുഖറാക്കൾ ആദ്യം പ്രവേശിക്കും എന്നുള്ളത് വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. കാരണം സമ്പന്നർ അവരുടെ സമ്പത്ത് എവിടുന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള വിചാരണ കഴിഞ്ഞതിന് ശേഷമേ സ്വർഗത്തിൽ എത്തുകയുള്ളൂ എന്ന നിലയ്ക്ക്. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ അളവനുസരിച്ചിട്ട് ആളുകൾ സ്വർഗത്തിലേക്ക് എത്തുന്നതാണ്. ഇവിടെ പറഞ്ഞു നോക്കൂ, ഇവിടെ പറഞ്ഞതിന്റെ ആശയം സാധുക്കളായിട്ടുള്ള അഹങ്കാരമില്ലാത്ത വിനയം കൈമുതലാക്കിയിട്ടുള്ള ആളുകൾ അവർ സ്വർഗത്തിന്റെ അവകാശികളും അഹങ്കാരം കാണിക്കുന്ന പൊങ്ങച്ചം കാണിക്കുന്ന ആളുകൾ നരകത്തിന്റെ അവകാശികളുമാണ് എന്ന് സ്വർഗവും നരകവും തമ്മിലുള്ള സംസാരത്തിൽ ഉണ്ടായതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ അഹങ്കാരം എന്നുള്ളത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിൽ ഒന്നിന്റെ മേലെയും ഏറ്റവും കൂടുതൽ അഹങ്കാരം ഉണ്ടാവുക സമ്പത്തിനോടൊപ്പം, മൂന്ന് കാര്യങ്ങളോടൊപ്പം അഹങ്കാരം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഒന്ന്, സമ്പത്ത് കൂടിയാൽ ഉണ്ടാകും. രണ്ട്, സ്ഥാനം പദവി എന്നിവ കൂടിയാൽ ഉണ്ടാകും. മൂന്ന്, ഇൽമിനോടൊപ്പം അഹങ്കാരം വരുമെന്നാണ്. ഇൽമ് നേരാവണ്ണം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, ഇൽമിനോടൊപ്പം തവാദു ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനോടൊപ്പവും അഹങ്കാരം ഉണ്ടാകാൻ, അഹങ്കാരം കാണിക്കുന്ന കാര്യങ്ങൾ പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പത്ത്, പദവി, അറിവ്. ഇതിന്റെ മേലേക്ക് അഹങ്കാരം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നാം പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ് അഹങ്കാരം. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെയധികം പേടിച്ചു പോകും. കാരണം ഷിർക്കിനോടൊപ്പം, മുമ്പ് ഒരു ഹദീസ് നമ്മൾ പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാം മകന് താക്കീത് ചെയ്ത ഷിർക്കിനോടൊപ്പം താക്കീത് ചെയ്ത എന്താണ്? കിബറിനെയാണ്. ഈ ഹദീസിൽ ബാക്കി പറയുകയാണ്, ഖാല അല്ലാഹു തബാറക വതആല ലിൽ ജന്നതി, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിനോട് പറയുകയുണ്ടായി, അൻതി റഹ്മതി, നീ എൻ്റെ കാരുണ്യമാണ്. അർഹമു ബികി മൻ അശാഉ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിന്നെ കൊണ്ട് ഞാൻ കാരുണ്യം ചൊരിയും. ثم قال للنار, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിനോട് പറഞ്ഞു, അൻതി അദാബി ഉഅദ്ദിബു ബികി മൻ അശാ, നീ എൻ്റെ ശിക്ഷയാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. വലികുല്ലി വാഹിദത്തിൻ മിൻകുമാ മിൽഉഹാ, നിങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ നിറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിനോടും നരകത്തിനോടും പറഞ്ഞതായി കാണാം. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞ വാക്ക്, സ്വർഗത്തിനോട് എൻ്റെ കാരുണ്യമാണ് എന്നും നരകത്തിനോട് എൻ്റെ ശിക്ഷയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതും അള്ളാഹുവിന്റെ കോപത്തിന് അർഹനാവുക എന്നുള്ളത് നരകപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യമാണ്. അതിൽ രണ്ടു കൂട്ടർക്കും, നരകത്തിനും സ്വർഗത്തിനും അവകാശികൾ ഉണ്ട് താനും. ഇവിടെ ഈ ബാബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഹങ്കാരം എന്നുള്ളത് നരകപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യമാണ്. മാത്രമല്ല നരകം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗൗരവത്തിൽ ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഹദീസ്, عن أبي سلمة بن عبد الرحمن قال
لم يكن أصحاب رسول الله صلى الله عليه وسلم متحزقين ولا متماوتين وكانوا يتناشدون الشعر في مجالسهم ويذكرون أمر جاهليتهم فإذا أريد أحد منهم على شيء من أمر الله دارت حماليق عينيه كأنه مجنون. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട, യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. കാരണം പലപ്പോഴും നമ്മൾ ദീനിന്റെ വിഷയത്തിൽ സ്വഹാബികളെ മാതൃകയാക്കണമെന്ന് പറയുമ്പോൾ പലരും സ്വന്തത്തിൽ വിചാരിച്ചു പോകുന്ന, ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ വളരെ മുതശദ്ദിദീങ്ങളായിട്ടുള്ള, വളരെ കടുപ്പം നിറഞ്ഞു നിൽക്കുന്ന, ബലം പിടിച്ചു നിൽക്കുന്ന, ഒരിക്കലും ചിരിക്കാത്ത ആ നിലക്കുള്ള ആളുകളാണ് സ്വഹാബികൾ എന്ന് ചിലപ്പോഴെങ്കിലും ധരിച്ചു പോകും. അവരുടെ ഇബാദത്തുകളെ പറ്റി കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പരലോകത്തെ ഭയപ്പെട്ടതോ എന്നൊക്കെ നോക്കുമ്പോൾ അതൊന്നും വേണ്ടാന്നല്ല, അതിലൊക്കെ അവർ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. എന്നാൽ ഒരിക്കലും അവർ ഒരു ദീനിൽ ഗുലൂവ് കാണിച്ചിരുന്ന, തശദ്ദുദ് കാണിച്ചിരുന്ന ആളുകളല്ല എന്ന് അറിയിക്കുന്ന ഒരു അസറാണത്. അബൂ സലമ ബിൻ അബ്ദുറഹ്മാൻ താബിഈ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആ സ്വഹാബികളെ നോക്കിയിട്ട് അവരുടെ ജീവിതം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു മനസ്സിലാക്കുമ്പോൾ പറയാണ്, ലം യകുൻ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ആയിരുന്നില്ല മുതഹസ്സിഖീൻ വലാ മുതമാവിഖീൻ. മുതഹസ്സിഖീൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തശദ്ദുദ്, വളരെ പരുപരുത്ത നിലയിൽ നിൽക്കുന്ന, പരിശത കാണിക്കുന്ന, ഒന്നിലേക്കും വീഴാതെ, ഒന്നിലേക്കൊന്നും ചിരിക്കുക പോലും ചെയ്യാതെ ആ നിലക്ക് വളരെ തശദ്ദുദ്, എന്താ ഒരു പരുഷമായിട്ടുള്ള നിലക്ക് ജീവിക്കുന്ന ആളുകളായിരുന്നില്ല. അതുപോലെ തന്നെ മുത്തശദ്ദിദീങ്ങളായിരുന്നില്ല എന്ന്, അതായത് അള്ളാഹു വിശാലമായിട്ടുള്ള കാര്യങ്ങളിൽ ഞെരുക്കം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളായിരുന്നില്ല. അതുപോലെ തന്നെ മുത്തമാവിത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ മരിച്ചവനെ പോലെ ആയിരുന്നില്ല, മയ്യത്തിനെ പോലെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തമാവിത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് ഒരാൾ സുഹുദിലായിക്കൊണ്ട്, നോമ്പിലായിക്കൊണ്ട്, നിസ്കാരത്തിലായിക്കൊണ്ട് അതിൽ മാത്രമായി അങ്ങനെ പോകുന്നതിനാണ് മുത്തമാവിത്യങ്ങൾ, അതിലങ്ങനെ മരിച്ചുപോയി എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അങ്ങനെയും ആയിരുന്നു, എന്തെങ്കിലും ഒന്നിൽ മാത്രം മുഴുകിയിട്ടുള്ള ആളുകളുമായിരുന്നില്ല സഹാബികൾ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് വകാനു യതനാശദൂന അശ്ശഅറ ഫീ മജാലിസിഹിം, അവർ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ അവരിടക്കൊക്കെ കവിതകളും മറ്റും പറയാറുണ്ടായിരുന്നു. അഥവാ അവർ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ ഒരുമിച്ച് കൂടിയ ധാരാളം ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഹദീസുകൾ കേട്ടിട്ടുണ്ട്. പരലോകത്തെ കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടിരുന്ന ഹദീസുകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇരിക്കുന്ന ചില സദസ്സുകളിൽ അവർ കവിതകളും മറ്റും പറയാറുണ്ടായിരുന്നു. അന്ന് പലതരത്തിലുള്ള കവിതകൾ, നല്ല നല്ല അർത്ഥങ്ങൾ വരുന്ന കവിതകൾ, അവർ കവിതകൾ എന്ത് ചെയ്യാറുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് കവിതകൾ പറഞ്ഞിരിക്കാറുണ്ടായിരുന്നു. വയദ്കുറൂന അംറ ജാഹിലിയതിഹിം, അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അവര് ഓർമ്മിച്ച് പറയാറുണ്ടായിരുന്നു. ജാഹിലിയ കാലത്തിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ, അവർ തിന്മകൾ വിളിച്ചു പറയുന്നതെന്നല്ല, ജാഹിലിയ കാലത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള തമാശകളോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ടായിരുന്നു, അവർ സംസാരിക്കാറുണ്ടായിരുന്നു. അവർ ആ കാര്യങ്ങൾ പരസ്പരം ഇരിക്കുന്ന സദസ്സുകളിൽ അതിനെ പറ്റി പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് എന്നാൽ അവരിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ചെയ്യാൻ പറഞ്ഞോ വിരോധിച്ചു കൊണ്ടോ ഒരു കാര്യം, അള്ളാഹുവിന്റെ കൽപ്പനയോ വിരോധനമോ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്തുള്ള ഐറിസ് മറ്റെന്തോ പറയും. അതായത് എന്തെങ്കിലും ഗൗരവമുള്ള ഒരു കാര്യം വന്നാൽ മനുഷ്യന്റെ കണ്ണത് വിടർന്നു വരും. അപ്പൊ അതായത് അവരത്രയും ഗൗരവത്തോടു കൂടി ആ കാര്യത്തിന് എടുക്കുമെന്ന് അറിയിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കാറ്. അവർ അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണിന്റെ ഉള്ളിലെ ആ ഭാഗം വിടർന്നു വരുന്ന ഗൗരവത്തിൽ എടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. കന്നഹു മജ്നൂൻ, അവർക്ക് ഭ്രാന്താണെന്ന് തോന്നുമാറ് അത്രത്തോളം അള്ളാഹുവിന്റെ കൽപ്പനക്കും വിരോധനങ്ങൾക്കുമെല്ലാം അവർ പ്രാധാന്യവും ഗൗരവവും കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെയായിരുന്നു സ്വഹാബികൾ. അവർ ഭക്ഷണം കഴിക്കാറുള്ള, പിന്നെ പാനീയങ്ങൾ കുടിക്കാറുള്ള, ഭാര്യാഭർത്ത് ജീവിതം നയിച്ചിട്ടുള്ള, എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ യഥാവിധം കാത്തു സൂക്ഷിച്ചിട്ടുള്ള മനുഷ്യരായിരുന്നു.
അപ്പൊ അവർ അല്ലാതെ ഒരു കാര്യത്തിൽ മാത്രം മുഴുകിക്കൊണ്ട് ഒരു കാര്യത്തിൽ മാത്രം ഒരു സന്യാസ ജീവിതം പോലെ നയിക്കുന്ന ആളുകളായിരുന്നില്ല. അവരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ. എല്ലാ സമയവും ഇങ്ങനെ ഒരു എന്താ പറയാ തശദ്ദുദ് കാണിച്ചിട്ടുള്ള ആളുകളായിരുന്നില്ല എന്ന് അറിയിക്കാൻ. മറ്റൊരു സംഭവം കാണാം. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്ന ഇതേ ആശയത്തിൽ സഹാബികളുടെ ഒരു അവസ്ഥയെ മനസ്സിലാക്കുന്ന മറ്റൊരു സംഭവമാണ്. ഇത് കിതാബിലല്ല, വേറെ സംഭവമാണ്. അദ്ദേഹം പറയാണ്, ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയാണ്, ജാലസ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്തറ മിൻ 100 മറ. ഞാൻ 100ഓളം സദസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരുന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 100ഓളം സദസ്സുകളിൽ ഇരുന്നിട്ടുണ്ട്. فكان أصحابه صلى الله عليه وسلم يتناشدون الشعر. ആ സദസ്സിൽ വെച്ച് തന്നെ സ്വഹാബികൾ പല കവിതകളും അവർ പറയാറുണ്ടായിരുന്നു. ويتذاكرون أشياء من أمر الجاهلية. ജാഹിലിയ്യത്തിന്റെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അവർ പരസ്പരം പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുമ്പോൾ വഹുവ സാകിതുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊന്നും ഉണ്ടാറില്ല, ഉണ്ടാതെ ഇങ്ങനെ കേൾക്കും, എതിർക്കാറൊന്നുമില്ല. ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ചിരിക്കാറുണ്ടായിരുന്നു എന്ന് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹ് ആയിട്ടുള്ള റിവായത്തിൽ കാണാം. അതുപോലെ തന്നെ സ്വഹാബികൾ പരസ്പരം കളിക്കാറുള്ള പല കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണാം. പക്ഷെ അവർ എന്തെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയോ വിരോധനയോ ദീനിന്റെ ഒരു കാര്യം വന്നാൽ കാനുഹുമുർ റിജാൽ, അവർ യഥാർത്ഥ പുരുഷന്മാരായിക്കൊണ്ട് അതിന് യോജിച്ച ആളുകളായിക്കൊണ്ട് നിലനിൽക്കാറുമുണ്ട് എന്ന് പല റിവായത്തുകളിൽ സംഭവങ്ങളിൽ കാണാം. അപ്പൊ ഇത് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും പ്രത്യേകിച്ച് ദീൻ ആദ്യമായി മനസ്സിലാക്കി വരുന്ന യുവാക്കൾ, ചെറുപ്പക്കാർ, അതുപോലെയുള്ള ആളുകൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. പച്ച മലയാളത്തിൽ പറയുന്ന ചോരത്തിളപ്പ് എന്നൊക്കെ പറയും. അത് ദീനിന്റെ ഒരു ആവേശം കിട്ടിയിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത് ഒന്നും മനസ്സിലാവൂല. അവർ ചിലപ്പോൾ കുറെ ആളുകൾ ഇബാദത്തിൽ അങ്ങോട്ട് മുഴുകും. ചില ആളുകൾ നാടും വീടും ഒക്കെ എതിർത്ത് സ്വന്തം ഉമ്മാനി ഉപ്പാനുള്ള കടമ പോലും നിർവഹിക്കാതെ ആ നിലക്കാവും. ഏത് തരത്തിൽ അവർക്ക് ഒരു തോന്നുന്നത് ഞങ്ങൾ ദീനാണ് എന്നാണ്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് സഹാബികൾ ഉണ്ടായിരുന്നത് എന്ന നിലക്ക് അവർ വളരെയധികം പരിശീലന കാണിക്കുന്ന ആ നിലക്ക് ജീവിക്കുന്നത് കാണാം. എന്നാൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അങ്ങനെ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി സഹാബികൾ കണ്ടല്ലോ, ഈ നിലക്ക് അവർ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ ഉണ്ടായിട്ടുണ്ട്. അവർ തമാശകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള സദസ്സുകളിൽ ഇതുപോലെ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരാകുന്ന ഒരു കാര്യം സംഭവിക്കില്ല. അള്ളാഹു വിരോധിച്ചൊരു കാര്യം അതിലേക്ക് അടുക്കുകയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഒരു തീരുമാനമോ അതുപോലെയുള്ള കാര്യങ്ങൾ വന്നാൽ അവർ യഥാർത്ഥ രൂപത്തിൽ അതിനു വേണ്ടി ഇറങ്ങുന്ന ആളുകളായി തീരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തരത്തിലുള്ള സഹാബികളുടെ ജീവിതം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക എന്നത്. عن أبي هريرة رضي الله عنه أن رجلا أتى النبي صلى الله عليه وسلم وكان جميلا فقال. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ആ വ്യക്തി വളരെയധികം സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. ഫഖാല, എന്നിട്ട് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ അൽ ജമാൽ. റസൂലേ, എനിക്ക് സൗന്ദര്യം നല്ല ഇഷ്ടമാണ്, എനിക്ക് സൗന്ദര്യം നല്ല ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, അഥവാ ഈ എനിക്കുള്ള ഈ സൗന്ദര്യം അല്ലാഹു നൽകിയതാണ്, അതെനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് എന്നേക്കാൾ മേലെ ആയിക്കൊണ്ട് ഒരാൾക്ക് എന്നേക്കാൾ മുകളിലാകുന്നത്, ഒരാൾ എന്നേക്കാൾ മുകളിലാകുന്നത് സൗന്ദര്യം കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ചില റിവായത്തിൽ എന്റെ ചെരുപ്പ് പോലെ എന്നേക്കാൾ നല്ലൊരു ചെരുപ്പ് ധരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്നേക്കാൾ മുന്തിയ ഒരു ചെരുപ്പ് ധരിക്കുന്നത്, ആ നിലക്കുള്ളതൊന്നും എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഞാൻ ഏറ്റവും സൗന്ദര്യമുള്ള ആളായിട്ട് നല്ല വേഷം ധരിച്ച് നടക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചു, എനിക്ക് ബിരിന്ദാക്ക റസൂൽ, അത് കിബറുപെട്ട കാര്യമാണോ ചോദിച്ചു. അത് കിബറുപെട്ട കാര്യമാണോ? സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്. ഓരോ ആളുകൾക്ക് ഓരോ ഇഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ചില ആൾക്ക് അവരുടെ സൗന്ദര്യം ഇഷ്ടമായിരിക്കും, ചില ആൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും, അതുപോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇയാൾ സത്യസന്ധമായിട്ട് പറയാണ്,
സഹാബികളുടെ ഒരു മനസ്സ് നോക്കി, അവർക്ക് അവരുടെ ഉള്ളിൽ തോന്നുന്ന കാര്യം തെറ്റാണോ അല്ലയോ എന്ന് അറിയാനുള്ള അവരുടെ താല്പര്യം ആലോചിച്ച് നോക്കി. ഇതുപോലെ ഒരു സംഭവമാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ. അബൂ ഹുറൈറ റളിയല്ലാഹു വളരെയധികം വിശന്ന് ഇരിക്കുന്ന, ദാഹിച്ചും വിശപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് പാലുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചിട്ട് ബാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയെ വിളിച്ചു. എന്നിട്ട് ഒപ്പം പറഞ്ഞു ബാക്കിയുള്ള സഹാബി അഹ്ലു സുഫൈനൊക്കെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസ് പറയുന്നുണ്ട്, ഞാൻ ആകെ പേടിച്ചു പോയി, എനിക്ക് കിട്ടാതിരിക്കുമോ എന്നുള്ളത്. എനിക്ക് അത്രയും വിശക്കുന്നുണ്ട്, കിട്ടാതിരിക്കുമോ എന്ന് പേടിച്ചു പോയി. കാരണം അവർ സത്യസന്ധമായിട്ട് അവരുടെ ആ ആഗ്രഹം, അവരുടെ ചിന്ത പറയാം. അപ്പൊ ഇവിടെ ഈ വ്യക്തിക്ക് സൗന്ദര്യം ഇഷ്ടമാണ്, സൗന്ദര്യമുള്ള ആളാണ്, അപ്പൊ നല്ല ചെരുപ്പ് ഇതൊക്കെ ധരിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ തോന്നുകയാണ് എന്നേക്കാൾ ആർക്കും നല്ല ചെരുപ്പ് കിട്ടരുത് എന്നുള്ള ചിന്ത. അപ്പൊ അത് കിബറിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ പലതും നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അത് കിബറല്ല, അത് കിബറിൽപ്പെട്ടല്ല പറഞ്ഞു. വലാകിന്നൽ കിബ്റ അല്ലെങ്കിൽ വലാകിന്നൽ കിബ്റു മൻ ബതറൽ ഹഖ വഗമിതൻ നാസ്. ഹഖിനെ സ്വീകരിക്കാതിരിക്കലും ജനങ്ങളോടൊരു അവഗണന, ജനങ്ങളെ പുച്ഛിക്കലുമാണ് കിബർ, അഹങ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു മറുപടി കിബറിന്റെ തഅരീഫ് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ പറഞ്ഞത് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, നല്ല വസ്ത്രം ധരിക്കലോ, നല്ല വീടുണ്ടാവലോ, നല്ല വാഹനം ഉണ്ടാവലോ, നല്ല ചെരുപ്പ് ധരിക്കലോ ഒരാൾക്ക് അതിൽ കവിയാത്ത, ഒരാൾക്ക് സമ്പത്തുണ്ട്, അയാൾക്ക് അയാളുടെ സമ്പത്ത് അനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷെ സമ്പത്തില്ലാത്തവൻ പിന്നെ അതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് അതിന് കവിയലാണ്, ഇസ്രാഫാണ്. എന്നാൽ ഒരാൾക്ക് സമ്പത്തുണ്ട്, ഒരു വില കൂടിയ വസ്ത്രം ധരിക്കാൻ, വില കൂടിയ ചെരുപ്പ് ധരിക്കാൻ അയാൾക്ക് സമ്പത്തുണ്ട്, സമ്പത്തിനോടുള്ള നിർബന്ധമായ ഹക്കുകൾ അയാൾ വീട്ടുന്നുണ്ട്, ഐച്ഛികമായിട്ടുള്ളത് ചെയ്യുന്നുണ്ട്, അയാൾക്ക് അത് ഉപയോഗിക്കാം. അതൊരിക്കലും അയാളുടെ അഹങ്കാരമല്ല. അപ്പൊ അതുപോലെ ഈ വ്യക്തി വന്ന് ചോദിച്ചു. പക്ഷെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഹക്ക് വന്നാൽ, ഹക്കായിട്ടുള്ള ഒരു കാര്യം വന്നാൽ അതിനെ സ്വീകരിക്കാതെ തള്ളുകയും ജനങ്ങൾക്കെതിരെ ജനങ്ങളെ അവഹേളിക്കുക, അവഗണിക്കുക, പുച്ഛിക്കുക, ജനങ്ങളോട് പുച്ഛം, അവരൊക്കെ താഴ്ന്നവരാണ് എന്ന നിലയ്ക്ക് കാണലാണ് അഹങ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് അഹങ്കാരം എന്നുള്ളത്. അടുത്ത ഹദീസ് عن عمرو بن شعيب عن أبيه عن جده عن النبي صلى الله عليه وسلم قال يحشر المتكبرون يوم القيامة أمثال الذر في صورة الرجال. നാളെ പരലോകത്ത് ദുനിയാവിൽ അഹങ്കാരം കാണിച്ച, കിബർ കാണിച്ച ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഏത് കോലത്തിൽ എന്ന് പറഞ്ഞാൽ അണുമണി തൂക്കം വരുന്ന വളരെ ചെറിയ കോലത്തിൽ, മനുഷ്യരുടെ രൂപത്തിൽ തന്നെ ആയിരിക്കും, പക്ഷെ വലിപ്പം കൊണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ ആളുകളായിരിക്കും. എല്ലാ ഭാഗത്തു നിന്നും നിന്ദ്യത അവർക്ക് ചുറ്റിപ്പൊതിയും. അത് വലിപ്പം കൊണ്ടാവട്ടെ, മനസ്സിലാവട്ടെ, എല്ലാം കൊണ്ടും നിന്ദ്യത അവരെ ചുറ്റിപ്പൊതിയുന്ന അവസ്ഥയായിരിക്കും. യുസാഖൂന ഇലാ സിജ്നിൻ മിൻ ജഹന്നം യുസമ്മാ ബൗലസ് എന്ന് വായിക്കാറുണ്ട്. അവരെ വലിച്ചഴിക്കപ്പെടും. എങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നരകത്തിനകത്തുള്ള ഒരു സിജിനിലേക്ക്, നരകത്തിലെ ഒരു തടവറയിലേക്ക്. നരകത്തിൽ തടവറകളുണ്ട് എന്നാണ് നരകത്തിന്റെ സിഫത്തുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. നരകത്തിൽ ചില തടവറകളുണ്ട്. അതിൽപ്പെട്ട ഒരു തടവറയാണ് ബൗലസ് അല്ലെങ്കിൽ ബൂലസ് എന്ന നിലയ്ക്കുള്ള ഒരു തടവറ. ആ തടവറയിലേക്ക് ഈ അഹങ്കാരികളായിട്ടുള്ള ആളുകൾ അവരെ നയിക്കപ്പെടും. നരകത്തിലെ തീ അവരുടെ മുകളിലൂടെ വന്ന് വീഴുന്നതാണ്. നരകത്തിലെ തീ അവരുടെ മുകളിലൂടെ വന്ന് വീഴും. യുസ്ഖൗന മിൻ ഉസാറത്തി അഹ്ലിന്നാർ തീനത്തിൽ ഖബാൽ. തീനത്തിൽ ഖബാൽ എന്ന നരകത്തിന്റെ ആളുകളുടെ രക്തവും ചലവും എല്ലാം ഒലിച്ചിറങ്ങുന്ന, അവരുടെ പിന്താരങ്ങളിൽ നിന്നും ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ഒലിച്ചിറങ്ങുന്ന ഒരു പാനീയം അവരെ അവിടെ വെച്ച് കുടിപ്പിക്കുന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ദുനിയാവിൽ അഹങ്കാരം കാണിക്കുന്ന, അഹങ്കരിക്കാൻ യാതൊരു യോഗ്യത ഇല്ലാത്ത ജീവിയാണ് മനുഷ്യൻ. അഹങ്കരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തതാണ്. ഒരിക്കൽ ഒരു സലഫുകളിൽ സംഭവം കാണാം. ഇബ്നു മുബാറക് റഹിമഹുള്ളാഹിന്റെ ഓർമ്മ, അതോ ഹുമൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയോ, ഒരു അഹങ്കാരത്തോടു കൂടി ഒരാൾ വരുന്നത് കണ്ടു, അഹങ്കരിച്ചുകൊണ്ട്. അപ്പോ വലിയ വിലയൊന്നും കൊടുക്കാതെ, വലിയ ഇതൊന്നും കൊടുക്കാതെ തിരിഞ്ഞു കളഞ്ഞപ്പോ അയാൾ വന്നിങ്ങനെ ചോദിച്ചു. ഇത് ഞാനൊരു ആശയം പറയാണ്, ഇന്ന് ചില വിഷയങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. അയാൾ പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയുമോ, എന്റെ ഉപ്പ ആരാണെന്ന് അറിയുമോ എന്നെല്ലാം നിലക്കൊക്കെ പറഞ്ഞു. അപ്പൊ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, നീ ആരാണ് നന്നായിട്ട് അറിയാം.
മൂത്രവും രക്തവും എല്ലാം പോകുന്ന സ്ഥലത്തിലൂടെയാണ് നീ ദുനിയയിലേക്ക് വന്നു പോയിട്ടുള്ളത്. പിന്നെ കുറെ കാലം പിന്നെ മനുഷ്യന്റെ വേസ്റ്റ് അത് വയറ്റിൽ താങ്ങി നടന്ന ഒരു ജീവിയായിരുന്നു നീ. നീ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പുഴുക്കൾക്കും മറ്റും തിന്നു തീർക്കാനുള്ള ഒരു സാധനമാണ് നീ എന്ന് പറഞ്ഞു. അതായത് മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. ജനിച്ചു വീണത് തന്നെ മനുഷ്യൻ ആ രീതിയിലാണ്. ജീവിതകാലം മൊത്തം അവൻ കഴിച്ച ഭക്ഷണം അത് പുറത്ത് കളയാൻ വേണ്ടി ആ വേസ്റ്റ് വയറ്റിൽ താങ്ങി ജീവിക്കുന്ന ഒരാളാണ് അവൻ. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പുഴുക്കളും ജന്തുക്കളും എല്ലാം തിന്നു തീർക്കുന്ന ഒരു ശരീരം, അതാണ് നീ എന്ന് ഇബ്നു മുബാറക് റഹിമഹുള്ള അവനോട് പറഞ്ഞു. നിങ്ങളെ മനുഷ്യൻ എന്താ അഹങ്കരിക്കാൻ യോഗ്യതയുള്ളത്? എന്തിന്റെ മേലെ അവനെ അഹങ്കരിക്കുക? അവൻ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുക? ഒരു യോഗ്യതയില്ല. അഹങ്കരിക്കാൻ യാതൊരുവിധ യോഗ്യതയും മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ദുനിയാവിൽ അഹങ്കാരം കാണിച്ചാൽ നിന്ദ്യതകളെല്ലാം ചുറ്റിപ്പൊതിഞ്ഞ് നരകത്തിന്റെ തടവറയിലേക്ക് അടക്കപ്പെട്ട് അവിടെ നരകത്തിയിൽ വെന്തുരുകി ആ നരകാവകാശികളുടെ രക്തവും ചലവും അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്നും പിൻദ്വാരങ്ങളിൽ നിന്നും വരുന്ന പാനീയം കുടിപ്പിക്കപ്പെടുന്ന ആളുകളായി അവർ തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ കാര്യത്തെ നാം സൂക്ഷിക്കുക. അടുത്ത ബാബ് മൻ ഇൻതസറ മിൻ ദുൽമിഹി, ദുൽമിൽ നിന്ന് സഹായിക്കുക അല്ലെങ്കിൽ സഹായം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ്. ഈ ബാബിൽ ആദ്യത്തെ ഒരു ഹദീസിന്റെ വാക്ക് മാത്രം, ഒരു ഭാഗം മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹാ ദൂനകി ഫൻതസിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി, നീ എന്നെ സഹായിക്കണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ തമ്മിലുണ്ടായിരുന്ന ഒരു പിണക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആ വാക്ക് മാത്രമേ ഒന്നാമത്തെ ഹദീസായി കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഇമാം ബുഖാരി അടുത്ത ഹദീസായിട്ട് ആ സംഭവത്തിന്റെ മുഴുവൻ ഭാഗവും ഇമാം ബുഖാരി റഹിമഹുള്ള കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് വായിക്കാം. പക്ഷെ അത് വിശദീകരിക്കാനുള്ള സമയം കിട്ടുമെന്ന് എന്തായാലും ഹദീസ് വായിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, أرسل أزواج النبي صلى الله عليه وسلم فاطمة إلى النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത മറ്റുള്ള ഭാര്യമാരെല്ലാവരും കൂടി ഫാത്തിമ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയച്ചു. അതായത് അറിയപ്പെട്ട ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ ഇടയിലാവട്ടെ അല്ലെങ്കിൽ നാട്ടിലാവട്ടെ അറിയപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അത് ഈ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള സമ്പത്തിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വിഷയത്തിലോ നീതി കാണിക്കാൻ സാധിക്കും. എന്നാൽ ഒരാൾക്കും അയാളുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടത്തിന്റെ വിഷയത്തിൽ എല്ലാ ഭാര്യമാരെയും ഒരുപോലെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഒരുപോലെ ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് ഒരാളെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല. അത് അല്ലാഹു തആല ഖുർആനിലൂടെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റുമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് മറ്റുള്ള ഭാര്യമാർക്കും അറിയാം. പക്ഷെ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തിൽ അവർ ബാക്കിയുള്ള ഭാര്യമാരെല്ലാവരും ഒരുമിച്ച് കൂടി ഫാത്തിമ ബീവിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ ഫാത്തിമ ബീവിനേക്കാളും പ്രായം കുറവാണ് ആയിഷ ബീവിക്ക്. ഫാത്തിമ ബീവിയോട് അവരെല്ലാവരും പോയി കണ്ട് ഇഷ്ടത്തിന്റെ വിഷയത്തിലും നീതി കാണിക്കണം, എല്ലാ ഭാര്യമാരെയും ഒരുപോലെ സ്നേഹിക്കണം, ആയിഷ ബീവിനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് മകളെ വിടുകയാണ്. فاستأذنت والنبي صلى الله عليه وسلم مع عائشة رضي الله عنها في مرتها فأذن لها فدخلت. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്ന ഹിജ്റയിലായിരുന്ന ഒരു സമയത്ത് ഫാത്തിമ ബീവി വന്നു, അനുവാദം ചോദിച്ചു. അങ്ങനെ വീടിനകത്ത് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയാണ്, ഉപ്പാന്റെ അടുത്ത് പ്രവേശിച്ചു. ഫഖാലത്ത്, എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന അസ്വാജക അർസൽനനി യസ്അൽനക അൽ അദ്ല ഫീ ബിൻതി അബീ ഖുഹാഫ. നിങ്ങളുടെ അതാ ഉപ്പാനോട് പറയാണ്, നിങ്ങളുടെ ഭാര്യമാര് എന്നെ പറഞ്ഞയച്ചതാണ്. ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അബൂ ഖുഹാഫയുടെ മകൾ, അഥവാ അബൂ ഖുഹാഫ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പ, വല്ലിപ്പാന്റെ മകനായിട്ട്
മക്കളെ പറയുക എന്നുള്ളത് അന്ന് അറബികളുടെ ഇടയിലുള്ള രീതിയാണ്. ഇന്നും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് അറിവ്. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് എന്ന നിലക്ക്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന നിലക്ക്, അഥവാ അബ്ദുള്ളയുടെ പറയാതെ ഞാൻ ഇബ്നു അബ്ദുൽ മുത്തലിബാണ് എന്ന നിലക്ക് പറഞ്ഞ ഹദീസുകൾ കാണാം. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ, അതാണ് ഉദ്ദേശം. ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ നീതി കാണിക്കണം, ബാക്കിയുള്ള അവരോടും നീതി കാണിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചാണ് പറഞ്ഞു. കാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐ ബുനയ്യതു, എന്റെ മോളെ, അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്ബു, എനിക്കിഷ്ടമുള്ള കാര്യം നീയും ഇഷ്ടപ്പെടൂലേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നീയും ഇഷ്ടപ്പെടൂലേ എന്ന് ചോദിച്ചു. ഖാലത് ബല, അപ്പൊ ഫാത്തിമ ബീവി പറഞ്ഞു, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഖാല ഫഹിബ്ബി ഹാദിഹി, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇവളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. ഇവളെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഫാത്തിമ ബീവി അവിടെ എന്ത് ചെയ്തു? ഫഖാമത് ഫഖറജത് ഫഹദ്ദസത്ഹുൻ, അങ്ങനെ അവിടുന്ന് പോയി ഭാര്യമാരുടെ അടുക്കലേക്ക് ചെന്നു, ഭാര്യമാരോട് ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞു. ഫഖുൽന, അപ്പൊ ഭാര്യമാർക്ക് അത് അത്ര പിടിച്ചില്ല. ഭാര്യമാർ പറഞ്ഞു, മാ അഗ്നീതി അന്നാ ശൈഅൻ ഫർജിഇ ഇലൈഹി. അപ്പോ ഭാര്യമാര് ഫാത്തിമ ബിയോട് പറഞ്ഞു, നിങ്ങളെ എന്നെ വിട്ടൊരു കാര്യം എന്തായില്ല, നടന്നില്ല, ഒന്നുകൂടി പോവുക പറഞ്ഞു. അതായത് എന്ത് കാര്യത്തിനാണോ പറഞ്ഞയച്ചത് ആ കാര്യമൊന്നും ഇവിടെ നടന്നിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടി തിരിച്ചു പോകാൻ പറഞ്ഞു. കാലത്ത്, അങ്ങനെ അപ്പൊ ഫാത്തിമ ബി പറഞ്ഞു, വല്ലാഹി ലാ ഉകല്ലിമുഹു ഫീഹാ അബദാ, ഞാൻ ഒരിക്കലും ഈ വിഷയത്തിൽ, ആയിഷ ബിയുടെ വിഷയത്തിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കൂല, ഞാൻ എന്റെ ഉപ്പയോടൊന്നും പറയില്ല പറഞ്ഞു. ഫഅർസൽന സൈനബ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആ ഭാര്യമാരെല്ലാവരും കൂടി സൈനബ് ബീവിയെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ സ്ഥാനമുണ്ടായിരുന്ന ഒരു ഭാര്യ സ്ത്രീ ആയിരുന്നു സൈനബ് ബീവി. സൈനബ് ബിൻത് ജഹ്ഷ് ധാരാളം ഇബാദത്ത് ചെയ്തിരുന്ന, ഒരുപാട് പ്രത്യേകതയുള്ള ആയിഷ ബീവിനെ പറയുന്നുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു? അനുവാദം ചോദിച്ചു. അവർ സൈനബ് ബീവി ഫഅദിന ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിച്ചു. ഫഖാലത് ലഹു ദാലിക്, അങ്ങനെ അവർ ഇവിടെ എത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തി. ആയിഷ ബീവി അവിടെ ഉണ്ട്. വഖഅത് ഫിയ സൈനബു തസുബ്ബുനി, അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സൈനബ് എന്നെ കുറിച്ച് ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങി, അഥവാ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ കൂടുതൽ സ്നേഹം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിയെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. فطفقت انظر هل يأذن لي النبي صلى الله عليه وسلم, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അനുവദിക്കുമോ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. ഫലം അസ്ൽ ഹത്താ അറഫ്തു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യക്റഹു അൻ അൻതസർ, അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ സഹായിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിങ്ങനെ പറയാണല്ലോ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സഹായിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്നില്ല, കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഫവഖഅതു ബിസൈനബ ഫലം അൻശബ് അൻ അഖൻതുഹാ ഗലബതൻ, അങ്ങനെ ഞാൻ സൈനബ് ബീവിക്ക് മറുപടി പറഞ്ഞു. സൈനബ് ബീവിക്ക് എന്നെ സംസാരിച്ചുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റിയില്ല, ഞാൻ നല്ലോണം സംസാരിച്ചു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. തുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, അമാ ഇന്നഹാ ഇബ്നതു അബീ ബക്കറിൻ, അവള് അബൂബക്കറിന്റെ മകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിൽ പറയാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.